ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിലൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുനാഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുനാഫിൻ്റെ ഡോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പിച്ചെടുത്താൽ മതി. ഇനി അതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അൺസാൾട്ടഡ് ബട്ടർ, ഒരു 150 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതിലിട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കുനാഫ ഡോവിൻ്റെ എല്ലാ സൈഡിലും ഒരുപോലെ ബട്ടർ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആദ്യം ചേർക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ, ടോട്ടൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഒരു ടിന്ന്, ചെറിയ സ്മോൾ ടിന്ന് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മൊസറല്ല ചീസ് വേണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ലാസ്റ്റ് മൊസറല്ല ചീസ് ചേർത്താൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഓവറായിട്ട് ചൂടായി അത് മൊസറല്ല ചീസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് അത് സെറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചൂടോട് കൂടി ഇത് കുനാഫയിൽ ഫില്ലിങ് ചെയ്യണം. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു നമ്മൾ എവിടെയാണോ ഏത് പാത്രത്തിലാണോ നമ്മൾ കുനാഫ ഉണ്ടാക്കുന്നത് അതിലോട്ട് നന്നായിട്ട് ബട്ടർ നല്ല എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കുനാഫ നമ്മൾ ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ച കുനാഫ ഇതുപോലെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരേ ലെവലിലോട്ട് ആക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മൊസറല്ല ചീസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണ്. അതല്ലെങ്കിൽ ലാസ്റ്റ് മൊസറല്ല ചീസ് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒരേ ലെവലിലാക്കിയിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. മൊസറല്ല ചീസിന് പകരം നമുക്ക് സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഉണ്ടാവില്ലേ, അതായാലും മതി കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുനാഫയുടെ ഒരു ലെയറും കൂടി ആഡ് ചെയ്ത് അന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൈഡ്സിലൊക്കെ നമ്മളിപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. താഴെ വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെയ്താലും മതി. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് 2 സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓവനിലാണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുമ്പോഴാണ് 2 സൈഡും ഇതുപോലെ ഒരുപോലെ നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിൽ 1.5 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങനീര്, ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. നാരങ്ങനീര് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കുനാഫ ഇവിടെ വേറൊരു പാത്രത്തേക്ക് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും നട്ട്സും പിന്നെ അതുപോലെ റോസ് പെറ്റൽസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുക, കഴിക്കുക.